ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വലിയ നോമ്പിൻ്റെ 28-ാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ വചനം ധ്യാനിപ്പാനായി ഒരുങ്ങുന്നുവല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഏവരെയും അങ്ങ് ബലപ്പെടുത്തണമേ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാനും ലോകമോഹങ്ങളെ ഉപേക്ഷിപ്പാനും ദൈവത്തിന് അനുരൂപരായി ജീവിപ്പാനും ഈ വിശുദ്ധ നോമ്പ് കാലത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ. നോമ്പുകാലം നമ്മെ ആത്മപരിശോധനയ്ക്കും ആത്മീയ പുതുക്കലിനും വിളിക്കുന്ന വിശുദ്ധ സമയമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് നാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും സൽപ്രവൃത്തികളിലുമായി കൂടുതൽ ശ്രദ്ധ നൽകുന്നു. എന്നാൽ വിശുദ്ധ പൗലോസ് എഫേസ്യർക്കുള്ള ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന സത്യമാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീനെന്ന്. ക്രിസ്തീയ ജീവിതം എന്നാൽ സമാധാനപൂർണമായ ഒരു യാത്രയാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അത് ഒരു ആത്മീയ പോരാട്ടവുമാണ്. നമ്മുടെ ശത്രുവായ പിശാച് പലപ്പോഴും പരസ്യമായിട്ടല്ല നമ്മെ സമീപിക്കുന്നത്. അവൻ ശത്രുവിൻ്റെ രൂപത്തിലുമല്ല വരുന്നത്, മറിച്ച് മിത്രമായിട്ടാണ് നമ്മെ സമീപിക്കുന്നത്. അവൻ പല കപടതന്ത്രങ്ങളിലൂടെയും നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. ചില ഉദാഹരണങ്ങളായി പറഞ്ഞാൽ, പ്രാർത്ഥനയിൽ അലസത വരുത്തുന്നതും ചെറിയ പാപങ്ങളൊക്കെ നിസ്സാരമെന്ന് തോന്നിപ്പോകുന്നത്, ചിന്തകൾ കൊണ്ടുപോലും നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നതും ദൈവഹിതത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നതുമൊക്കെ സാത്താൻ്റെ തന്ത്രങ്ങളാണ്. ഒരു പക്ഷേ നമുക്കിതൊക്കെ നിസ്സാരമെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തോട് നാം ചെയ്യുന്ന വലിയ തെറ്റുകളാണ് ഇവയെല്ലാം. അതുകൊണ്ടാണ് പൗലോസ് നമ്മളോട് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ സർവായുധവർഗങ്ങളെന്ന് നോക്കിയാൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തടവറയിലായിരിക്കുമ്പോഴാണ് എഫേസ്യർക്കുള്ള ലേഖനം എഴുതുന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൺമുൻപിൽ കാവൽ നിന്നതായ റോമൻ പടയാളികളുടെ യുദ്ധവേഷത്തിന് സമാനമായിട്ടാണ് ദൈവത്തിൻ്റെ സർവായുധവർഗങ്ങളെ പൗലോസ് അപ്പോസ്തലൻ ഉപമിച്ചിരിക്കുന്നത്. ഒരു റോമൻ സൈനികൻ യുദ്ധത്തിന് പോകുമ്പോൾ സുരക്ഷയ്ക്കായി എന്തൊക്കെ ധരിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു ക്രിസ്തു വിശ്വാസിയും ഈ ലോകത്തിൽ അവന് നേരിടേണ്ടി വരുന്ന ആത്മീയ പോരാട്ടത്തിൽ തോറ്റുപോകാതെ ഉറച്ചു നിൽപ്പാൻ ധരിക്കേണ്ടുന്നവയാണ് ദൈവത്തിൻ്റെ സർവായുധവർഗങ്ങൾ. ഈ ആത്മീയ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ, അരയിൽ സത്യം കെട്ടണം, ശരീരത്തിന് കവചമായി നീതി ധരിക്കണം, കാലിന് ചെരുപ്പായിട്ടും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ധരിക്കണം, വിശ്വാസം എന്ന പരിച നാം ഏന്തണം, തലയ്ക്ക് കവചമായി രക്ഷയും, കയ്യിൽ വാളായി ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും നാം ഏന്തണം. സത്യം, നീതിയുള്ള ജീവിതം, ഉറച്ച വിശ്വാസം, സമാധാനത്തിൻ്റെ സുവിശേഷവും രക്ഷയുടെ പ്രത്യാശയും ദൈവവചനവും, ഈ 6 കാര്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ സംരക്ഷണം. ഈ ആത്മീയ ആയുധങ്ങൾ ധരിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന കാലമാണ് വിശുദ്ധ നോമ്പുകാലം. നാം കൂടുതലായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നാം ദൈവത്തോടുള്ള ബന്ധം ശക്തമാകും. നാം ഉപവസിക്കുമ്പോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ആഹാരത്തോടൊപ്പം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് കഴിയണം. നാം സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും കൂടുതലായി ചെയ്യുമ്പോൾ ദൈവസ്നേഹമാണ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തമാകുകയും നമ്മുടെ ഉള്ളിലെ ആന്തരിക മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. അതിനാൽ ഈ നോമ്പുകാലം നാം ദൈവം മുമ്പാകെ വിനയത്തോടെ കടന്നു വരികയും അവൻ്റെ സർവ്വ ആയുധങ്ങളും ധരിച്ച് ഉറച്ച വിശ്വാസികളായി മാറുകയും ചെയ്യണം. വെറും ആചാരങ്ങൾ പാലിക്കുന്നതിൽ മാത്രമാകരുത് നമ്മുടെ ശ്രദ്ധ. നമ്മുടെ ആത്മാവിനെ ശക്തമാക്കുന്നതിന് വേണ്ടിയാകണം നമ്മുടെ നോമ്പും ധ്യാനവും എല്ലാം. അങ്ങനെ ചെയ്താൽ ഏത് പ്രലോഭനത്തിൻ്റെയും കപടതന്ത്രങ്ങളുടെ മുമ്പിൽ നമുക്ക് തോറ്റുപോകാതെ ഉറച്ചു നിൽപ്പാൻ കഴിയും.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിലൂടെ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നാം ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിനെ പിൻപറ്റി ദൈവശക്തിയിൽ നിലകൊള്ളുന്ന ജീവിതം നയിപ്പാൻ പരിശുദ്ധനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.